ഇന്ന് നടന്ന സോഷ്യോളജിയുടെ മോഡൽ എക്സാമിൻ്റെ ആൻസർ കീയാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, CW മിൽസ്, റൈറ്റ് മിൽസ് അവതരിപ്പിച്ച ആശയം തിരഞ്ഞെടുത്തെഴുതുക. എല്ലാവർക്കും അറിയാവുന്ന ആൻസറാണിത്. സോഷ്യോളജിക്കൽ ഇമാജിനേഷനാണ്. അതിൻ്റെ ഉപജ്ഞാതാവ് റൈറ്റ് മിൽസാണ്. അപ്പോൾ CW മിൽസ് അവതരിപ്പിച്ച ആശയം എന്ന് പറയുന്നത് സമൂഹശാസ്ത്ര സങ്കല്പമാണ്. ഓക്കെ, ഒരു വ്യക്തിയുടെ പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് അറിയപ്പെടുന്നത്. അതിൻ്റെ ഉപജ്ഞാതാവ് CW മിൽസാണ്. 1959 അദ്ദേഹം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. പദവിചിഹ്നം എന്ന പദം രൂപീകരിച്ചത് ആരാണ്? ദ ടേം സ്റ്റാറ്റസ് സിംബൽ വാസ് കോയിൻഡ് ബൈ മാക്സ് വെബർ ആണ് ഇതിൻ്റെ ആൻസർ. പദവിചിഹ്നവുമായി ബന്ധപ്പെട്ട പദം രൂപീകരിച്ച വ്യക്തിയാണ് മാക്സ് വെബർ. കാൾ മാക്സുമായി ബന്ധപ്പെട്ട ഒരു പദം ഏതാണ്? അന്യവൽക്കരണം, അലീനേഷൻ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിപണികൾ ഉപയോഗിച്ച് സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ ഏത് പേര് വിളിക്കാം? കമ്പോളവൽക്കരണം എന്ന് വിളിക്കാം. വിപണികൾ ഉപയോഗിച്ച് സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് മാർക്കറ്റൈസേഷൻ. ഈ ചോദ്യം നോക്കൂ നിങ്ങൾ. ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്ന കണക്കിനെ വിളിക്കുന്ന പേരാണ് ലിംഗാനുപാതം. സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്ന കണക്കിനെയാണ് ലിംഗാനുപാതം എന്ന് വിളിക്കുന്നത്. ഔപചാരിക ജനസംഖ്യാശാസ്ത്രം പ്രധാനമായും അളവുകളുമായിട്ടാണ് ബന്ധമുള്ളത്. അളവുകളുമായി ബന്ധമുള്ള ജനസംഖ്യാശാസ്ത്രത്തിന് പറയുന്ന പേരാണ് ഫോർമൽ ഡെമോഗ്രഫി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരാണ്? BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി. ഈ ചോദ്യം നോക്കൂ. സ്ത്രീകൾക്ക് വേണ്ടി ആദ്യമായി പൂനെയിൽ സ്കൂൾ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സ്ത്രീകൾക്ക് വേണ്ടി ആദ്യമായി പൂനെയിൽ സ്കൂൾ സ്ഥാപിച്ച വ്യക്തിയാണ് ജ്യോതിബ ഫുലെ. ജ്യോതിബ ഫുലെയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ കൺസെപ്റ്റ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് വാസ് ഡെവലപ്ഡ് ബൈ FW ടൈലർ. ശാസ്ത്രീയ മാനേജ്മെൻറ്റ് എന്ന ആശയം വികസിപ്പിച്ചത് ആരാണ്? FW ടൈലർ. മഹർ പ്രസ്ഥാനം ദളിത് പ്രസ്ഥാനത്തിൻ്റെ ഉദാഹരണമാണ്. മഹർ മൂവ്മെൻറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദളിത് മൂവ്മെൻറ്റ്. മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാരാണ്? അതുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? BR അംബേദ്കർ ആണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ തങ്ങളുടെ അധീനതയിലാക്കി ഭരണം സ്ഥാപിക്കുന്നതിന് പേര് വിളിക്കുന്നതാണ് കൊളോണിയലിസം, കോളനിവൽക്കരണം അല്ലേ? ഒരു രാജ്യം മറ്റു രാജ്യത്തെ തങ്ങളുടെ അധീനതയിലാക്കി ഭരണം സ്ഥാപിക്കുന്നതിന് പറയുന്ന പേരാണ് കോളനിവൽക്കരണം. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഒരു കോളനിയാക്കി ഇന്ത്യയിൽ കോളനിവൽക്കരണം സ്ഥാപിച്ചിരുന്നു അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക, അപ്പോൾ അയച്ചു തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.